എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്ന് പല പ്രേക്ഷകരും വീണ്ടും ചോദിക്കുന്നതനുസരിച്ച് എനിക്ക് വൃശ്ചിക രാശിയെപ്പറ്റിയും വൃശ്ചിക രാശിയുടെ വ്യാഴം കൊണ്ടുള്ള ഇപ്പോഴത്തെ മഹാപരിവർത്തനം ഉണ്ടല്ലോ, വ്യാഴത്തിൻ്റെ, അത് എങ്ങനെ വൃശ്ചികൻ രാശിയെ എഫക്റ്റ് ആകുന്നു എന്നും അതിന് DNA രീതിയിൽ എന്ത് പരിഹാരം ചെയ്യാമെന്നും അതെത്രയും നമുക്ക് പ്രയോജനപ്പെടുത്താം, മാക്സിമം പ്രയോജനപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യണമെന്നും ഒന്ന് ആലോചിക്കാം. എൻ്റെ സുഹൃത്തുക്കളെ, വൃശ്ചിക രാശി കാലപുരുഷൻ്റെ 8ാം ഭാവം. പൊതുവെ ഒരു നല്ല രാശി എന്ന് പറഞ്ഞാലും അവരവർക്ക് നല്ല രാശിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ അത് ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഈ വൃശ്ചിക രാശിയുടെ സ്വഭാവം അവരെ എത്ര കൊണ്ടാലും പഠിക്കാത്ത, എത്ര വേദനിച്ചാലും തിരിച്ച് മുളച്ചു വരുന്ന, ഏത് കാറ്റിലും പിടിച്ചു നിൽക്കുന്ന പല മരങ്ങളും കണ്ടിട്ടില്ലേ, കാറ്റാടി മരങ്ങൾ പോലെ സ്വയം ആടി വീണ്ടും ബാലൻസ് പിടിച്ച് അങ്ങനെ പോകുന്നു. അതുമാത്രമല്ല, ആർക്ക് എന്ത് നല്ലത് ചെയ്താലും വൃശ്ചിക രാശിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണങ്ങളോ അതിൻ്റേതായിട്ടുള്ള ഒരു ബഹുമാനമോ അതിൻ്റേതായിട്ടുള്ള ഒരു നന്ദിയോ അവർക്ക് കിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വൃശ്ചിക രാശിയുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ 8ാം ഭാവത്ത് നിൽക്കുന്ന ഒരു വളരെ പാതാളക്കിണർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലാണ് വൃശ്ചികം. ജ്ഞാനത്തിൻ്റെ ഉറവിടമെന്ന് തന്നെ പറയാം. ഏകദേശം എല്ലാ സബ്ജക്റ്റിലും അവർ കൈവച്ചിട്ടുണ്ടാവും. കാരണം ആ ഒരു രാശി, ചൊവ്വയുടെ ആ രാശിയിൽ ശനി ഭഗവാൻ, ബുധഭഗവാൻ, ഗുരുഭഗവാൻ, ഇവർ 3 പേരും 3 തരത്തിലുള്ള നക്ഷത്രത്തിൻ്റെ രൂപത്തിലവിടെ നിൽക്കുന്നുണ്ട്. ഇവരുടെ ആ ഒരു വീക്ക്നെസ്, അതായത് എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു മാനസികമായിട്ടുള്ളൊരു എന്താ പറയുന്ന ഒരു ദയ എല്ലാവരോടുമുള്ളത് മറ്റുള്ളവർ മുതലെടുക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വൃശ്ചിക രാശി ഈ വ്യാഴത്തിൻ്റെ മഹാപരിവർത്തനം കൊണ്ട് തീർച്ചയായിട്ടും ഒരു രക്ഷപ്പെടലിൻ്റെ വക്കിലാണെന്ന് പറയാം. വളരെ നാളുകൾ കൊണ്ട്, ഏകദേശം 10-11 വർഷം ഓൾമോസ്റ്റ് ഞാൻ പറയാം. കാരണം വൃശ്ചിക രാശിക്ക് ശനി ഭഗവാന്റെ ദോഷം, അതായത് 7 ശനി, അത് ഞാൻ പറയുന്ന ഗോചരാവസ്ഥയിലുള്ള മാറ്റങ്ങളെ പറ്റിയാണ് പറയുന്നത്. 7 ശനി, അതിനുശേഷം രാഹുകേതുക്കളുടെ പരിവർത്തനം, അത് കഴിഞ്ഞപ്പം വീണ്ടും അടുത്ത ശനിയുടെ ഒരു ചെറിയ ദോഷം, ഇങ്ങനെ പോയി ലാസ്റ്റ് 11 വർഷം കൊണ്ട് ഗുരു അഷ്ടമത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയായിരുന്നു വൃശ്ചിക രാശിക്ക്. ഓരോന്ന് കഴിഞ്ഞപ്പോൾ അടുത്തത്, ഒന്ന് കഴിഞ്ഞപ്പോൾ അടുത്തത്, അങ്ങനെ. പ്രത്യേകിച്ച് ചന്ദ്രദശ ഉള്ള വൃശ്ചിക രാശിക്കാരുണ്ടല്ലോ, അതായത് അവർ തീർച്ചയായിട്ടും വളരെ ദോഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും ഇതിനുള്ളിൽ തന്നെ. ചന്ദ്രദശയിൽ എപ്പോഴും വൃശ്ചിക രാശി വളരെ സൂക്ഷിക്കണം. കാരണം ചന്ദ്രൻ വളരെ നീചത്തിലാണ് വൃശ്ചികത്തിൽ. അപ്പോൾ ആ ദശാനാഥനും കൂടെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മുടെ ജ്യൂസ് വെളിയിലെടുക്കുന്ന സമയമാണെന്ന് വെച്ച് പറയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, വളരെ നല്ല രീതിയിൽ ഇപ്പോഴും വൃശ്ചിക രാശിയിൽ പോകുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ അവരും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അവരെ ചില പ്രത്യേക ചന്ദ്രദശയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗണ്ഡാന്ത ദോഷങ്ങളോ അല്ലെങ്കിൽ കാശി ജാതകമോ അതല്ല എന്നുണ്ടെങ്കിൽ ബ്രഹ്മഹത്യാദോഷങ്ങളോ ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ ഏതെങ്കിലും അവരുടെ ജാതകത്തിലുണ്ട്, അവരുടെ ചന്ദ്രൻ ദോഷ വരുന്നു എന്നൊക്കെ പറയുമ്പം വളരെ കെയർഫുള്ളായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജീവിതമേ വളരെ ബുദ്ധിമുട്ടിലേക്ക് മാറിപ്പോകും. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഇത്രയും നേരം നമുക്കിനി അതിൻ്റെ പരിഹാരങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. പരിഹാരം എന്ന് പറഞ്ഞാൽ, ചൊവ്വയുടെ രാശി പെട്ടെന്ന് ദേഷ്യം വരുന്ന രാശി, പെട്ടെന്ന് തണുക്കുന്ന രാശി. ഓക്കെ, പക്ഷേ ആ ചൊവ്വയിൽ
ആ ചൊവ്വയുടെ ആ സ്വഭാവത്തിൻ്റെ കൂടെ നമുക്ക് പിന്നെ പിന്നെ വിശാഖത്തിൻ്റെ ലാസ്റ്റ് പാദമുണ്ടല്ലോ. അപ്പം ഗുരുവിൻ്റേതായിട്ടുള്ള ഒരു സൗമ്യതയും, അതായത് എന്താ പറയുന്നത്, ഒരു ഗജത്തിൻ്റെ സ്വഭാവം. ഒരു ആനയാണല്ലോ ഗുരു എന്ന് പറയുന്നതിൻ്റെ വാഹനം തന്നെ നമ്മൾ ആനയെന്ന് പറയും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആനയുടെ സ്വഭാവം, ആനയ്ക്ക് എന്തെല്ലാം സ്വഭാവമുണ്ട്, നല്ലതും ചീത്തയും, അതൊക്കെ വിശാഖ നക്ഷത്രത്തിന് ഏകദേശം ഉണ്ടാവും. അതുപോലെ ശനിയുടെ സ്വഭാവം, അനിഴ നക്ഷത്രത്തിൻ്റെ ശനിയുടെ സ്വഭാവം വളരെ ശനി എപ്പോഴും ഒരു ദോഷകാരിയായിട്ടുള്ള ഗ്രഹങ്ങളൊന്നുമല്ല. വളരെ 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 ആത്മാർത്ഥമായിട്ടും എന്താ പറയുന്നത് ചെയ്യും. പക്ഷേ ഇവർക്ക് എന്താ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, ഇവർ ചെയ്യുന്ന ആത്മാർത്ഥത മറ്റുള്ളവരത് അതിൻ്റേതായിട്ടുള്ള രീതിയിലെടുക്കില്ല. അവരത് പിന്നെ തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കുഴപ്പമാണ് ഇട നക്ഷത്രത്തിനുണ്ട്. പിന്നെ ബുധൻ പറയാൻ പാടില്ല. ബുധൻ എങ്ങനെയാണെന്നുള്ള നല്ല അറിവുള്ള നക്ഷത്രക്കാരായിരിക്കും ചിത്രക്കേട്ട നക്ഷത്രക്കാർ. പക്ഷേ അവരുടെ അറിവ് തന്നെ പല സമയത്തും അവർക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. അവരുടെ ഓവറായിട്ടുള്ള അറിവ്, അതാണ് സത്യം, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ അവർക്ക് എളുപ്പം കഴിയും. പക്ഷേ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ടും വരും. ഓക്കെ, ഇപ്പം നമുക്ക് ചൊവ്വയുണ്ട്, പിന്നെ ഗുരുവുണ്ട്. പിന്നെ ആരാണ് ഇപ്പം നമുക്ക് പറഞ്ഞ വിശാഖം ഈ വിശാഖ നക്ഷത്രത്തിന് പുണർദ നക്ഷത്രത്തിൽ ഗുരു വരുമ്പം മഹാപരിവർത്തനത്തിൽ പുണർദ നക്ഷത്രത്തിലാണ് ഗുരു വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഗുരുവിൻ്റെ ആ പുണർദത്തിൻ്റേതായിട്ടുള്ള ഒരു സ്വഭാവം തീർച്ചയായിട്ടും പുണർദത്തിൻ്റെ ഈ ജാതകത്തിൽ, അതായത് ഈ ഒരു വിശാഖ നക്ഷത്രത്തിന് എങ്ങനെ എഫക്റ്റ് ആകുമെന്ന് പറഞ്ഞാൽ 19ാമത്തെ നക്ഷത്രമാണ് പുണർദ നക്ഷത്രം. അപ്പോൾ ഈ പുണർദ നക്ഷത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്പർ 1 ജന്മധാരയിൽ പെടും അല്ലേ, 10 എന്ന് പറയുമ്പോൾ 1. അതുപോലെ അനിഴ നക്ഷത്രത്തിന് 18ാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ 9ാമത്തെ നക്ഷത്രം പരമമൈത്രധാരയാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രത്തിന് 17ാമത്തെ നക്ഷത്രം, അതായത് 8, അത് മൈത്രധാരയാണ്. അപ്പം ആ ഒരു വിശാഖത്തിനൊഴികെ കേട്ടയ്ക്കും അനിഴത്തിനും നല്ല ഒരു അവസ്ഥയിലാണ് ഗുരുവിൻ്റെ ഈ ഒരു മാറ്റം. വിശാഖത്തിന് ഗുരു എപ്പോഴും വന്നിട്ട് ചെറിയ ദോഷങ്ങൾ തരികയാണെങ്കിലും അത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ, അതായത് ചില കാര്യങ്ങളൊക്കെ നേരിട്ട് നടക്കുന്നതിന് പകരം ചുറ്റി ആ കാര്യങ്ങളിലേക്ക് വരേണ്ടി വരും വിശാഖ നക്ഷത്രം. പക്ഷേ പൊതുവെ പിന്നെ നമ്മുടെ വൃശ്ചിക രാശിയെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനത്തേക്ക് ഗുരു വരുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇവർക്ക് പരിഹാരം എടുക്കുമ്പം നമ്മൾ എടുക്കേണ്ടത്, പരിഹാരം എന്ന് ഞാൻ പറയുന്നത് ദോഷമുള്ളവർക്ക് ദോഷമാറ്റത്തിനും, അഥവാ ഇപ്പം കുഴപ്പമില്ലാത്തവർക്ക് കൂടുതൽ നന്നായിട്ട് പോകാനുമുള്ള ഒരു രീതിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം രാശ്യാധിപനായിട്ടുള്ള ചൊവ്വായും ഇപ്പോൾ നമുക്ക് വിശാഖത്തിൻ്റെ DNA എന്ന് പറയുന്നത് പിന്നെ അതായത് പുണർദത്തിൻ്റെ DNA, വിശാഖത്തിൻ്റെ അല്ല പുണർദത്തിൻ്റെ DNA എന്ന് പറയുന്നത് ശനിയാണ്. അവിടെയാണല്ലോ ഗുരു നിൽക്കുന്നത്. അപ്പോൾ ഗുരുവിനെ വെച്ചാണല്ലോ നമ്മളിപ്പോൾ നോക്കുന്നത്. നമ്മുടെ തമ്മനയിൽ തന്നെ നമുക്കറിയാം വ്യാഴ മഹാപരിവർത്തനത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതെന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുവന്ന വസ്ത്രം, ഒരു ഭദ്രകാളി അമ്മയാണ് ചൊവ്വായും ശനിയും തമ്മിലുള്ള കോമ്പിനേഷന് ഏറ്റവും നല്ലത്. അപ്പം DNA, ഈ പുണർദത്തിൻ്റെ DNA എന്ന് പറയുന്നത് ശനി ഭഗവാനിലായതുകൊണ്ട് നിങ്ങൾക്ക് ഭദ്രകാളി അമ്മയെ എടുക്കാം. ഈ ഒരു മഹാപരിവർത്തനത്തിന് കൂടുതൽ പ്രയോജനപ്പെടാനായിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മുരുകനും ഒക്കെ. പക്ഷേ അതായത് നമ്മുടെ രാശി ആൺരാശിയാണോ പെൺരാശിയാണോ, അവിടെ എവിടെയാണോ നമ്മുടെ രാശിയിൽ ചൊവ്വ നിൽക്കുന്നത്, അത് ആൺരാശിയാണെങ്കിൽ നമ്മൾ മുരുകനെ ഭജിക്കണം, പെൺരാശിയാണെങ്കിൽ ഭദ്രകാളിയമ്മയെ ഭജിക്കണം. അപ്പോൾ അതൊരു നല്ല ആചാര്യനെ കൊണ്ട് നോക്കിച്ച് നമുക്ക് ഏത് തരത്തിലുള്ള ശക്തിയെയാണ് കൂടുതൽ പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടേണ്ടതനുസരിച്ച് നമുക്ക് ചെയ്താൽ കൂടുതൽ പ്രയോജനമായിരിക്കും. അപ്പോൾ നമ്മളെടുത്തു, ഓക്കെ, ഈ ഒരു മുരുകനെയോ അല്ലെങ്കിൽ ഭദ്രകാളിയമ്മയോ എടുത്തു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ നക്ഷത്രാധിപൻ ആരാണെന്ന് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം പറഞ്ഞല്ലോ, വിശാഖ നക്ഷത്രത്തിൻ്റെ ഗുരുവാണ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ധാന്യം എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ
സമിത്ത് എന്താണ്, നമ്മളങ്ങനെ നോക്കുമ്പം എന്താണ് ഏറ്റവും കൂടുതൽ ഗുരുവരനും പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് പൊതുവെ ചുണ്ടക്കടലയാണ്. പക്ഷേ അത് നമ്മൾ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ അധികം കാണുന്നില്ല, അധികം അതിന് കടലമാല ഇടുക അങ്ങനെയുള്ളത് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നെയ്യ് ദീപം നെയ്യെന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഒരു പിന്നെ എന്താ പറയുന്നത് ഒരു കാലകത്വമാണ്. അപ്പം ആ നെയ്യും അപ്പോൾ നെയ്യ് ദീപം അപ്പോൾ ഒന്നിൽ ഭദ്രകാളി അമ്മയ്ക്കോ അല്ലെങ്കിൽ മുരുകക്ഷേത്രത്തിലോ നെയ്യ് ദീപം എപ്പോൾ ചെയ്യണം? ഒന്നിൽ ചൊവ്വാഴ്ച ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ചെയ്യണം. ഇപ്പോൾ അതായത് ഈ 3 ആഴ്ചകളും നല്ലതാണ്. പിന്നെ ഹോര അറിയാവുന്നവർക്ക് ഈ ഹോര എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന സമയം മുതൽ ആ 1 മണിക്കൂറത്തേക്ക് ആ ദിവസത്തെ ഹോരയായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചൊവ്വാഴ്ച രാവിലെ സൂര്യൻ ഉദിക്കുന്നത് മുതൽ 1 മണിക്കൂർ വരെ ആ സ്ഥലത്ത് ചൊവ്വാ ഹോരയായിരിക്കും അനുഭവപ്പെടുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് അടുത്ത മണിക്കൂർ അടുത്തതിലേക്ക് പോകും, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും പറ്റിയത് ചൊവ്വാ ഹോരയിൽ ചെയ്ത 6:30 7:30 ചെയ്ത ഏറ്റവും ബെസ്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു നെയ്ദീപം കൊളുത്തി വിശാഖ നക്ഷത്രത്തിന് പരിഹാരം എടുക്കാം. അതേ സമയത്ത് നമുക്കിപ്പോൾ അടുത്ത അനിഴം നക്ഷത്രത്തിലേക്ക് പോകുമ്പോൾ അനിഴം നക്ഷത്രത്തിന് നക്ഷത്രാധിപതിയും ശനിയാണ് അല്ലേ? അപ്പം എന്ത് ചെയ്യണം? നമുക്ക് ശനിയുടെ ദീപം എന്താണെന്നറിയാമോ? ശനിയുടെ ദീപം എന്ന് പറയുന്നത് പിന്നെ നല്ലെണ്ണ ദീപമാണ്, എള്ളെണ്ണയല്ലേ, എള്ളെണ്ണ ദീപമാണ്. അപ്പോൾ നമുക്ക് എള്ളെണ്ണ ദീപം നെയ്ക്ക് പകരം എള്ളെണ്ണ ഉപയോഗിക്കാം അവിടെ. ഓക്കെ, ഇത് ഉപയോഗിച്ചാൽ അതായത് അനിഴം നക്ഷത്രത്തിന് ഒരു നല്ലൊരു പരിഹാരമായിട്ട് എടുക്കാം. അതേ സമയത്ത് വേറെ ബുധൻ്റെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ബുധൻ എന്ന് പറയുമ്പോൾ നമുക്ക് തുളസിമാലയാണ് ഏറ്റവും നല്ലത്. തുളസിമാല എല്ലാ ക്ഷേത്രങ്ങളിലും ഭദ്രകാളി അമ്മയ്ക്ക് ചിലർക്ക് ഉപയോഗിക്കാറില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങ ഉപയോഗിക്കാം. കാരണം നാരങ്ങ എന്ന് പറയുന്ന ഫലം രാഹുവിനും നാരങ്ങ തന്നെയാണ്, അതുപോലെ ബുധനും ഉള്ള ഒരു നല്ല ഫലമാണ്. അപ്പം നമ്മൾ മുരുകഭഗവാന് പോയി നാരങ്ങ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് 2 കാര്യങ്ങളുണ്ട്. നാരങ്ങ മാല ഇടുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇതിൻ്റെ പരിഹാരം ബുധൻ്റെ ഒരു പരിഹാരമാണ്, രാഹുവിൻ്റെയും പരിഹാരമാണിത്. അപ്പോൾ ഏത് രീതിയിലും നമുക്ക് നാരങ്ങാമാല പ്രയോജനപ്പെടും. ഇപ്പം ഒരു തൃക്കേട്ട നക്ഷത്രക്കാരൻ ഈ ഒരു 46 ദിവസമേ ഉള്ളൂ ഈ പരിവർത്തനം എന്ന് പറയുന്നത്. 46 ദിവസത്തേക്ക് ഒരു മഹാപരിവർത്തനം, അത് കഴിഞ്ഞ് വീണ്ടും പുള്ളി 8ാം ഭാവത്തിലേക്ക് പോവാണ്. അപ്പോൾ ഈ 46 ദിവസം നമുക്ക് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ഈ സമയത്ത് ഒരു നാരങ്ങാമാലയോ അല്ലെങ്കിൽ തുളസിമാലയോ, അപ്പോൾ അവിടെ ചില ക്ഷേത്രങ്ങളിൽ നാരങ്ങാമാല അക്സെപ്റ്റ് ചെയ്യും, ചില തരത്തിൽ നാരങ്ങാമാല പൊതുവെ എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ തുളസിമാല ചിലപ്പോൾ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ചില ക്ഷേത്രങ്ങളിൽ അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നാരങ്ങാമാല തന്നെ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യാഴത്തിൻ്റെ മഹാപരിവർത്തനം കൂടുതൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് വൃശ്ചിക രാശിക്കാർക്ക് പറ്റുന്നതായിരിക്കും. പിന്നെ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുഹൃത്തുക്കളെ, കർമ്മപരിഹാരം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ DNA പരിഹാരമാണ് പറഞ്ഞത്. ഈ കർമ്മപരിഹാരങ്ങൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തൊക്കെ ഈ ജീവിതത്തിൽ നന്നായിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൻ്റെ ഇതിനനുസരിച്ചാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അടുത്ത ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ, ഹെൽപ്പ് ചെയ്യാതെ എല്ലാവർക്കും പണപരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ ഒരാൾ ബുദ്ധിമുട്ടുന്നു, അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലൊരു ജോലി ഇല്ലെങ്കിൽ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ട വഴികൾ പറഞ്ഞു കൊടുക്കാം. ചിലർക്ക് അതിനുള്ള വഴികൾ അറിയില്ലായിരിക്കും, അപ്പോൾ ആ വഴികൾ പറഞ്ഞു കൊടുക്കാം. അതല്ല, ചിലർക്ക് വേറെ തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടാവും, അപ്പോൾ അത് ചെയ്തു കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്തൊക്കെ ഈ പൊളിറ്റീഷ്യൻസൊക്കെ എത്രയൊക്കെ എന്തൊക്കെ ദോഷങ്ങൾ ചെയ്താലും പലതും ചെയ്യുന്നുണ്ട് അല്ലേ? അത് ഞാൻ രാഷ്ട്രീയമല്ല പറഞ്ഞത്, എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. മനുഷ്യരെന്ന് പറയുന്നവർ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പൊളിറ്റീഷ്യൻസൊക്കെ കൂടുതൽ ശക്തിപ്പെടുന്നത്? അവരെന്താ അമ്പലത്തിൽ പോയി ചെയ്യുന്നതുകൊണ്ടാണോ ചെയ്യുന്നത്? അല്ല, അവരെ മറ്റുള്ളവർക്ക് അറിഞ്ഞോ അറിയാതെയോ പല ഹെൽപ്പുകളും ചെയ്യുന്നുണ്ട്, സമൂഹത്തിൽ പല ഹെൽപ്പുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താകുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതാണ് വേണ്ടിയത്.
അങ്ങനെ ചെയ്യുമ്പം തീർച്ചയായിട്ടും അവരെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് ചെയ്യുമ്പം നമ്മൾ എന്ത് ഭഗവാന് കൊണ്ടുപോയി ക്ഷേത്രങ്ങളിൽ കൊടുത്ത് വെക്കണമെന്നല്ല, പക്ഷേ ക്ഷേത്രങ്ങളിൽ നമ്മൾ ചിലവിന് കൊടുത്തേ പറ്റുള്ളൂ. കാരണം അവിടുത്തെ അന്നുള്ള കാര്യങ്ങൾ നടത്തേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിനുള്ള ധനം നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. അതേ സമയത്ത് ഓവറായിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി ചെയ്ത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതോടുകൂടി അതിനേക്കാൾ നല്ലത് പാപങ്ങളായിട്ടുള്ള, അതായത് കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള, ചിലർക്ക് ദാരിദ്ര്യമായിരിക്കാം, ചിലർക്ക് വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം, ആ സമൂഹത്തിലുള്ള അവരെ രക്ഷപ്പെടുത്തിയ ഭഗവാൻ ഇഷ്ടം അതാണ്. ഭഗവാന്റെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം അല്ലേ. ഭഗവാൻ നമ്മളോട് നന്നായിരിക്കും. ഭഗവാൻ എന്ന് പറയുന്ന ആ അൾട്ടിമേറ്റ് എനർജി നമ്മളോട് നന്നായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ജന്മം എന്നുള്ളത് ഉണ്ട്. അത് ഒരു നല്ല ഗർഭപാത്രത്തിൽ പോയി ജനിക്കണം, നമുക്ക് ബുദ്ധിമുട്ടുകൾ കുറയണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഈ പണത്തിൻ്റെയും പെരുമയുടെയും അഹങ്കാരത്തിൻ്റെയും പുറകിന് പോകാതെ സമാധാനമായിട്ട് മറ്റുള്ളവരെ സഹായിച്ച് പോവുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു 90-100 വർഷം കഴിയുമ്പോൾ അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ പോകും. ഈ ഉടുപ്പ് മാറ്റി വേറൊരു ഉടുപ്പെടുക്കും. ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായി പോകും. നമ്മൾ പലരെയും കാണാം, പലരും ദോഷകാരികളായിട്ട് നമ്മൾക്ക് തന്നെ തോന്നും എന്ത് ഇത്ര കഷ്ടപ്പെടുന്നതെന്ന്. പക്ഷെ അതിന് കാരണമുണ്ട്. കാരണം ആ ഒരു ആത്മാവ് കഴിഞ്ഞ ജന്മത്തിൽ ഒരുപക്ഷെ വേണ്ടാത്ത ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പലരെയും വേദനിപ്പിച്ചിട്ടുണ്ടാവും. അതാണ് അതിന് കാരണം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ലോകം ബാലൻസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് കഴിയുന്ന ജീവൻ, ആ ജീവൻ മറ്റ് കഷ്ടപ്പെടുന്ന ജീവന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇത് മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഞാൻ ഈ വീഡിയോ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വലുതാക്കുന്നില്ല. ഞാനിവിടെ ഈ വീഡിയോ ചുരുക്കുകയാണ്. എൻ്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, എല്ലാവരും കമൻറ്റ് ചെയ്യണം. സുഹൃത്തുക്കളെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിനും തീർച്ചയായിട്ടും ആ ഭഗവാൻ ഒരു നല്ല അനുഗ്രഹം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.